ശ്രീ മുജീബ്, ഈ തളിപ്പറമ്പിലെ ഒരു ഭൂമി പ്രശ്നം കൂടി നമ്മളൊന്ന് ഈ ഘട്ടത്തിൽ പറഞ്ഞു പോകണം. അവിടെ വഖഫ് അധിനിവേശം തളിപ്പറമ്പിലെ 400 ഏക്കർ ഭൂമിയിൽ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും എന്ന് പറയുന്നത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്നവരാണ്. ആ മതവിഭാഗത്തിന് കൂടി അവർ അനീതിക്ക് ഇരയാകുന്നുണ്ടെങ്കിൽ അവരെ കൂടി രക്ഷിക്കാനാണ് ഈ നിയമം എന്ന് വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തളിപ്പറമ്പിലെ ഭൂമി പ്രശ്നമൊക്കെ താങ്കൾക്ക് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. മുനമ്പം പോലെ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു കാര്യം തന്നെയാണ് തളിപ്പറമ്പിലെ ഭൂമി പ്രശ്നവും. ശ്രീ മുജീബ്, ഞാൻ വഖഫ് സംരക്ഷണ സമിതിയുടെ കൺവീനർ എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ ഞാൻ ഒരു പണ്ഡിതനല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് ഭൂമി കയ്യേറിയിട്ടുള്ളത് മുസ്ലിമാണോ, ക്രൈസ്തവനാണോ, ഹൈന്ദവനാണോ എന്ന് നോക്കിയിട്ടല്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. വഖഫ് ഭൂമി കയ്യേറിയിട്ടുള്ളത് ഏത് മതസ്ഥനാണെങ്കിലും, അത് റിസോർട്ടുകാരാണെങ്കിലും ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ആണെങ്കിലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലബ്ബുകളാണെങ്കിലും ആരാണെങ്കിലും ആ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫിൻ്റെതായിട്ടുള്ള നിയമമുണ്ട്. രാജ്യത്ത്, സംസ്ഥാനത്ത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, അവിടെ മുനമ്പത്ത് ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ ഭൂരിഭാഗം താമസിക്കുന്ന അവിടെ വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നു. ഇപ്പോൾ നേരെ തിരിച്ച് സംസാരിക്കുന്നത് തളിപ്പറമ്പിൽ അവിടെ ഭൂരിപക്ഷവും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് ആ വഖഫ് ഭൂമിയിൽ കയ്യേറിയിട്ടുള്ളതെങ്കിൽ അവിടെ അവർ മുസ്ലിങ്ങളായതുകൊണ്ട് അവിടെ അവരൊഴിപ്പിക്കേണ്ടതില്ല, അത് അവർക്ക് തന്നെ കൊടുക്കുക. ഇവിടെ ക്രൈസ്തവരായതുകൊണ്ട് ഇവർക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള സമീപനമല്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഒന്നാം പ്രതിയായിട്ടുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാതിയുടെയോ മതത്തിന്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിലോ അല്ല, വഖഫിന്റെ പേരിൽ മാത്രമാണ് സംസാരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മുനമ്പം വിഷയത്തിൽ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ളത് ഞങ്ങളത് പറയാൻ തയ്യാറാകുമ്പോൾ ഈ പറയപ്പെടുന്ന സ്റ്റാൻലിൻ ദേവനോ അതില്ലെങ്കിൽ മുനമ്പം സമരസമിതിയുടെ ഭാരവാഹികളോ ഒന്നും വന്നിട്ട് ചാനൽ ചർച്ചയിലോ അല്ലാത്ത സാഹചര്യങ്ങളിലോ ഒന്നും ഫാറൂഖ് കോളേജിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. വഖഫ് സംരക്ഷണ സമിതിയെക്കുറിച്ചും വേദിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നവര് ഞങ്ങളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച, ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച, ഞങ്ങളെ കള്ളാധാരം തന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച ഫാറൂഖ് കോളേജിനെതിരെ എന്തുകൊണ്ടാണ് ഈ സമരം ചെയ്യുന്ന മുനമ്പത്തെയും അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുള്ള ഇപ്പൊ നമുക്ക് മുനമ്പം തന്നെ ചർച്ച ചെയ്യാം. മുനമ്പത്തെ സമരസമിതിയുടെ ഭാരവാഹികൾ ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഞങ്ങൾക്ക് കള്ളാധാരം തന്ന് ഞങ്ങൾക്ക് ഈ ഭൂമി ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച, ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള സ്വത്തുവകകൾ അടിച്ചു മാറ്റിയ ഫാറൂഖ് കോളേജിന്റെ മുന്നിൽ പോയി അവരോട് പ്രതിഷേധം അറിയിക്കാനോ അവർക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാനോ ഒന്നും തയ്യാറാകാത്ത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് മുസ്ലിം മാനേജ്മെന്റ് ആണ്. പക്ഷെ ഞങ്ങൾ സംസാരിക്കുന്നത് ആ മുസ്ലിം മാനേജ്മെന്റ് ആയിട്ടുള്ള ഫാറൂഖ് കോളേജാണ് ഈ കേസിൽ ഒന്നാം പ്രതി. അതുകൊണ്ട് തളിപ്പറമ്പിൽ മുസ്ലിങ്ങളായതുകൊണ്ടും മുനമ്പത്ത് ക്രിസ്ത്യാനികളായതിന്റെ പേരിലും ഞങ്ങൾ നിലപാട് മാറ്റുന്നൊരവസ്ഥയില്ല. മുനമ്പം പോലെ തന്നെ തളിപ്പറമ്പിലെ ഭൂമി ആരെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അതിനെ നിയമപരമായ രീതിയിൽ അതിന്റെ രേഖകളുണ്ട്. മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭൂമിയാണെന്ന് പറയുമ്പോൾ അതിൽ എന്ത് ന്യായമാണുള്ളത് ശ്രീ മുജീബ്? അവിടുത്തെ മുസ്ലിം മതവിഭാഗം തന്നെ ഈ ഇത്തരത്തിലുള്ളൊരു കാടൻ ന്യായത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അന്ന് BJP അവിടെ ഒരു സമരം സംഘടിപ്പിച്ചപ്പോൾ അതിൽ ഭൂരിഭാഗം ഒഴുകിയെത്തിയത് മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു. ഇല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്. BJPയെ സംബന്ധിച്ച് BJP എന്തിനു വേണ്ടിയാണ് അവിടെ സമരം സംഘടിപ്പിച്ചത്? അവിടുത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വഖഫ് സംരക്ഷണ സമിതി അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംഘടനകൾ അവിടെ പോയിട്ട് അവിടുത്തെ കുടിയേറ്റക്കാരായിട്ടുള്ള അതല്ലെങ്കിൽ അവിടെ പറ്റിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ ഒരിക്കലും അങ്ങനെ സമരം ചെയ്യില്ല. കാരണം വഖഫിന്റെ നിയമത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. അത് നിയമപരമായ രീതിയിൽ ഇവിടെ നേരത്തെ പറഞ്ഞു വഖഫ് ബോർഡിന്റെ ചെയർമാനും വഖഫ് ബോർഡ് അംഗങ്ങളും അങ്ങോട്ട് തീരുമാനിക്കല്ല. ഇവിടെ നിലവിൽ സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ട്രൈബ്യൂണൽ ഉണ്ട്. ആ വഖഫ് ട്രൈബ്യൂണലിന്റെ ഇപ്പോഴത്തെ ജഡ്ജി ആരാന്ന് വെച്ചാൽ മുസ്ലിം അല്ല. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ഗവൺമെന്റിന്റെ കീഴിലുള്ള സംവിധാനങ്ങൾ തലനാരിഴ കയറി അത് പരിശോധിച്ച് ഈ പറയപ്പെടുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകൾ പരിശോധിച്ച് ആ ഭൂമി വഖഫ് ഭൂമിയാണ് എങ്കിൽ
ആ ഭൂമി വഖഫ് ഭൂമിയാണ് എങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകട്ടെ. അതിന് നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും പേരിലൊന്നും വേർതിരിക്കേണ്ട ആവശ്യമില്ല. മുനമ്പം വിഷയം ഉൾപ്പെടെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ പ്രസക്തിയില്ല. അവിടെ സ്റ്റാലിൻ ദേവൻ കൊടുത്തിട്ടുള്ള ഹർജിയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഒരു ഇടക്കാല വിധി, അത് അന്തിമ വിധിയല്ല, ഇടക്കാല വിധി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള വഖഫ് ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മുടെ അന്ന് കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നിയോഗിച്ച ഒരു അന്വേഷണ കമ്മീഷൻ ഉണ്ട്, രാമചന്ദ്രൻ കമ്മീഷൻ. ആ കമ്മീഷന്റെ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിച്ചപ്പോഴും കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുനമ്പം ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു പരാമർശം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തി. അപ്പോഴും സ്റ്റാലിൻ ദേവൻ ഉൾപ്പെടെയുള്ളവർ കണ്ടില്ലേ, കേരള ഹൈക്കോടതി പറയുന്നു മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ വിഷയം തന്നെ സുപ്രീം കോടതിയുടെ മുന്നിലേക്ക് ചെന്നപ്പോൾ സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ആ വിധിയെ സ്റ്റേ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. സുപ്രീം കോടതി വളരെ കർക്കശമായ രീതിയിൽ ആ വിധിക്കെതിരെ സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ അത് നിയമപരമായി പോകട്ടെ. ഈ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? ഈ വഖഫ് ബോർഡ് അല്ലാതെ ഈ ആരെങ്കിലും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇത് വഖഫ് ഭൂമിയാണെന്ന്? മുനമ്പത്തെ ഉൾപ്പെടെയുള്ള വഖഫ് ഭൂമികൾ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള വഖഫ് ബോർഡ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നിങ്ങൾ സംസാരിക്കരുത്. അതിന് എന്തെങ്കിലും രേഖകളുടെ അടിസ്ഥാനമില്ലാതെ വഖഫ് ബോർഡ് പറഞ്ഞാൽ, ഇവിടെ ബാക്കിയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ, കേരള ഗവൺമെന്റ് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്, റവന്യൂ വകുപ്പുണ്ട്. ഈ പറയപ്പെടുന്ന വഖഫ് ബോർഡ് അത് ഉന്നയിച്ചിട്ടുള്ളത് ഞാൻ സംസാരിച്ചോട്ടെ. വഖഫ് ബോർഡ് ഉന്നയിച്ചിട്ടുള്ളത് യാതൊരു അടിസ്ഥാനവുമില്ലാതെയാണ് എങ്കിൽ നമുക്കതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. മുനമ്പത്തെ ഭൂമി 404.76 ഏക്കർ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് വാദിക്കുന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. 1950 സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന വ്യക്തി ഫാറൂഖ് കോളേജിന് എഴുതി കൊടുത്ത ആധാരത്തിന്റെ ഒറിജിനല് നമ്മുടെ കയ്യിലുണ്ട്, അതിന് കോപ്പിയുണ്ട്, അത് കൃത്യമായ രീതിയിൽ മാധ്യമങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ കണ്ണടച്ചിരട്ടാക്കുന്ന ഒരു അവസ്ഥയിൽ വഖഫ് ബോർഡ് മാത്രമല്ല പറയുന്നത്, അതിന്റെ രേഖകൾ ഗവൺമെന്റ് സംവിധാനത്തിലുണ്ട്, കോടതികളുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് വഖഫ് ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായ രീതി ബോധ്യമുണ്ട്.